പല പ്രോഗ്രാമും പല വഴികളും ചെയ്തു വെയിറ്റ് കുറച്ചു സക്സസ്ഫുള്ളി. പക്ഷെ വെയിറ്റ് കൂടി ഇങ്ങനെ വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം? നിങ്ങൾ ഇതിനു മുമ്പ് 5, 10, 20 കിലോ കുറച്ചിട്ടുണ്ടാവും. സക്സസ്ഫുള്ളി ഒരു ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ ഒക്കെ ആയിട്ട് പ്രൊഫൈലൊക്കെ വെച്ചിട്ടുണ്ടാവും. കുറച്ച് കാലം അങ്ങോട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ തുടങ്ങുന്നത് ഈ വെയിറ്റൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ കയറി വരുന്നതായിട്ടാണ്. പലപ്പോഴും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആൾക്കാർ എന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് ആലോചിച്ചിരിക്കുന്നതാണ്. നമുക്ക് കാലാകാലം ഒരു സ്ട്രിക്റ്റ് ഡയറ്റിലോ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് വർക്കൗട്ട് റൂട്ടീനിലോ നിൽക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇത് നിങ്ങളുടെ വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി തകർന്നത് മാത്രമല്ല, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ലൈഫിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് പഠിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഉടനെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. പോയിന്റ് നമ്പർ 1, ഡയറ്റ് മൈൻഡ് സെറ്റ്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും കണ്ടീഷനോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളൊരു ഷോർട്ട് ടേമിലേക്ക് ഫോളോ ചെയ്യുന്ന ഒരു ഫുഡ് പാറ്റേണിനെയാണ് ഡയറ്റ് എന്ന് പറയാം. എന്നാൽ കാലാകാലം ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാനോ ഒരു വ്യക്തിക്കും കൃത്യമായിട്ട് കഴിയില്ല. കാരണം എല്ലാവരും കൾച്ചർ അനുസരിച്ചിട്ടും പാലറ്റ് അനുസരിച്ചിട്ടും നമുക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ചിട്ടും നമുക്കൊരു ഭക്ഷണ രീതി ഉണ്ടാവും. ഇതിന്ന് അമിതമായി ഡീവിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് നമുക്ക് അധികാലം കൊണ്ടുനടക്കാൻ വേണ്ടി സാധിക്കില്ല. സോ ഒരു റിസൾട്ടിന് വേണ്ടി അധികം ആൾക്കാരും എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ തന്നെ ഇഷ്ടമുള്ള ഭക്ഷണം മുഴുവൻ ഒഴിവാക്കി അവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ മാത്രം ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അവർ ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്രോച്ചിൽ അവരാകെയുള്ള മൈൻഡ് സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫിനിഷിംഗ് ലൈനിൽ എത്തണം. 3 മാസം കൊണ്ട് 10 കിലോ കുറക്കണം, 20 കിലോ കുറക്കണം, ഇങ്ങനെ നമ്പറിലേക്ക് മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ഗോളായിരിക്കും അധിക പേരും ഇത്തരം അപ്രോച്ചുകളിൽ വെക്കുക. ഇത്തരക്കാരൻ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, ഡയറ്റിന് ഒരു എൻഡ് ഡേറ്റ് ഉണ്ട്, ലൈഫ് സ്റ്റൈലിന് ഇല്ല എന്നുള്ളത്. പോയിന്റ് നമ്പർ 2, ഹാബിറ്റ്സ് ബീറ്റ് മോട്ടിവേഷൻ. എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധിക ആളുകളും മോട്ടിവേഷൻ റിലേ ചെയ്തിട്ടാണ് പല പ്രോഗ്രാമുകൾ പോലും ചെയ്യുന്നത്. എന്നാൽ മോട്ടിവേഷൻ അല്ല, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം നിങ്ങളെ ഹാബിറ്റായി മാറി അതായിരിക്കണം നിങ്ങളെ പിൽക്കാലത്തേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ നിരന്തരം മോട്ടിവേഷനിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മോട്ടിവേഷനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാലിഡിറ്റി ഉണ്ട്. കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് മാത്രം വരുന്ന ഒരു സർജ് ഓഫ് ഇമ്പൾസസ് ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എക്സ്ട്രീം ഡയറ്റിലേക്കും കാര്യത്തിലേക്കും പോകുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മീൽസ് കറക്റ്റ് ചെയ്യുക, ലൈഫിൽ കൂടുതൽ മൂവ്മെന്റ്സ് കൊണ്ടുവരിക, പ്രോട്ടീന് നേരത്തെ പറഞ്ഞ മീൽസിലൊക്കെ ആഡ് ചെയ്യുക, സ്ട്രെങ്ത് ട്രെയിനിങ് ആഡ് ചെയ്യുക, സ്ലീപ്പ് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടോ, അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് മോണിറ്റർ ചെയ്യുക, വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ലൈഫിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കാം. പോയിന്റ് 3, ഐഡന്റിറ്റി ചേഞ്ച് ഫോക്കസ് ചെയ്യുക. ഞാൻ എൻ്റെ ഹാബിറ്റ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നതാണ് ഐഡന്റിറ്റി ചേഞ്ച്. ഞാൻ വെയിറ്റ് കുറക്കും എന്ന് പറയുന്നതിന് പകരം ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ് എന്നുള്ളൊരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു സെൽഫ് ടോക്ക് ആണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എപ്പോഴും നമ്പർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പ്രഷർ ഉള്ള ഒരു ജീവിതത്തിൽ കൂടുതലും നമുക്ക് ന്യൂമറിക് ആയിട്ടുള്ള ഒരു പ്രഷർ മാത്രമായി ഒരു ഫിറ്റ്നസ് ഗോൾ മാറും എന്നുള്ളതാണ്. എന്ന് കരുതി ഗോൾസ് സെറ്റ് ചെയ്യരുതെന്ന് ഇതിനർത്ഥമില്ല. സോ ഐഡന്റിറ്റി മാറുക. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് മാറുന്നത്, ഞാൻ ഇത്തരത്തിൽ ഹെൽത്ത് നോക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു, നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നു, നന്നായി ഉറങ്ങുന്ന ഒരു വ്യക്തിയായി മാറുന്നു. അല്ലാതെ എനിക്ക് 10 കിലോ കുറക്കണം, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യും, എന്തും ചെയ്യും, അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ജയിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇനി പോയിന്റ് 4 ഡിസ്കസ് ചെയ്യാനുള്ളത്, എങ്ങനെ ഈ വെയിറ്റ് തിരിച്ച് കയറാണ്ടിരിക്കാം. നിങ്ങൾ എടുക്കുന്ന പ്രോഗ്രാമിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അപ്രോച്ചിന്റെ ക്വാളിറ്റിയാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, നിങ്ങൾ എവിടെയാണ്, അവിടെ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എത്ര സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, 20 മിനിറ്റ്സ് ആണോ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫുഡ് 2 മീലേ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ഭക്ഷണ രീതി നിങ്ങൾ കൊണ്ടുവരണം. അതും ഈ ഡയറ്റ് എങ്ങനെയായിരിക്കരുത്, ഒരു രോഗമുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്ന പോലെ. ഇപ്പൊ ഡയബറ്റീസ് അല്ലെങ്കിൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇത് കുറയ്ക്കണം, പ്രഷർ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ കുറയ്ക്കണം. അവരെന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും കുറച്ച് കാലത്തേക്ക്. ഇതുപോലെ കടുംപിടുത്തുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഡയറ്റ് എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള രീതികൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ ഉണ്ടോ എന്നുള്ളതും, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇപ്പോൾ ചിക്കന് മീറ്റൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ പഠിച്ച് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിലായിരിക്കണം പ്രോഗ്രാം ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ എത്ര വെയിറ്റ് സ്ട്രിക്റ്റ് ആയിട്ട് കുറച്ചാലും ആ സമയത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആസ്പെക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടു നടക്കാൻ പറ്റി എന്ന് വരില്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ UK ക്ലയൻസ് അധികവും കെയർ ടേക്കേഴ്സും നഴ്സസും ഒക്കെ ആയിട്ടാണ് വരുന്നത്. ഇവർക്ക് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വർക്ക് ഉണ്ടാവുള്ളൂ, ബാക്കി ദിവസം റെസ്റ്റ് ഉണ്ടാവും. റെസ്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇവത് റൊട്ടേഷണൽ ആയതുകൊണ്ട് തന്നെ, അതായത് ചിലപ്പം 2 ദിവസം 3 ദിവസം അടുപ്പിച്ചിട്ട് നൈറ്റ് ആയിരിക്കും. ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ എനർജി ഫുൾ പോകും, അവർക്ക് ഉറങ്ങാൻ പറ്റില്ല, ഉറങ്ങിയാൽ തന്നെ ക്വാളിറ്റി ഉണ്ടാവില്ല, പിള്ളേരെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും, പിള്ളേരെ രാവിലെ വന്നിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനുണ്ടാവും. അങ്ങനെ സ്ലീപ്പ് ഒരു മെസ്സാണ്.
മെസ്സായിരിക്കും. സ്ലീപ്പ് ഒരു മെസ്സായാൽ തന്നെ നമുക്ക് ഹോർമോണൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കില്ല. ഇത്തരം ആൾക്കാർക്ക് അവരവരുടെ ഈ റൂട്ടീൻ കൺസിഡർ ചെയ്തിട്ടും UK-ലാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് പാറ്റേൺ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മാത്രമേ ഇവർക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് GCC ഉള്ള ആളുകൾക്കും ചെയ്യേണ്ടത്. സോ ഓരോ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ ലൊക്കേഷൻ വരെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 10 കിലോ 15 കിലോ കുറക്കാമെന്ന് വിചാരിച്ച് നിങ്ങളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അത് കുറച്ചാൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വീക്കിലി നമ്മൾ ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്തിട്ട് എൻ്റെ വെയിറ്റ് കൂടുന്നുണ്ടോ, ഞാൻ ആ ഡയറ്റിൽ നിന്ന് വിട്ട് പഴയ ഫുഡിൻ്റെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ എൻ്റെ വെയിറ്റ് കയറി വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഇങ്ങനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ കറക്ഷൻസ് ഡയറ്റിൽ വരുത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ 3 മാസം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാൽ ഞാൻ ഈ പ്ലാൻ തീർന്നിട്ടുണ്ട്. പ്ലാൻ തീർന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ വർക്ക്ഔട്ട് കൊണ്ടുപോകണം. 6 ദിവസം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് വിചാരിച്ചാൽ, പക്ഷെ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു വർക്ക്ഔട്ട് പോലും ചെയ്യാണ്ടായി കഴിഞ്ഞാൽ പഴയ പോലെ വെയിറ്റ് കയറി വരും. എന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക. ഡയറ്റ് പറഞ്ഞു, ട്രാക്കിംഗ് പറഞ്ഞു, വർക്ക്ഔട്ട് പറഞ്ഞു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ട്രാക്കിംഗ്. നിങ്ങൾ എവിടെ എത്തി, 15 കിലോ കുറച്ചു, ഇനി ഇവിടുന്ന് 15 കിലോ ഒന്ന് കൂടുന്നുണ്ടോ എന്നുള്ളത് ആഴ്ചക്ക് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും ഫുഡിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും നിങ്ങൾ നോക്കണം. ഇത്തരം കാര്യങ്ങൾ ട്രാക്ക് ചെയ്ത് മുമ്പോട്ട് പോയാൽ മാത്രമേ നിങ്ങൾ എന്ത് എഫേർട്ട് എടുത്ത് കുറച്ച 10 കിലോ ആണെങ്കിലും 15 കിലോ ആണെങ്കിലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതുകൊണ്ടാണ് നിങ്ങളുടെ വെയിറ്റ് കൂടി വരുന്നത്. സോ എപ്പോഴും നിങ്ങൾ ആദ്യം ഫോളോ ചെയ്യുന്ന പ്ലാൻ നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം ആണോ എന്ന് നോക്കുകയും വേണം. നിങ്ങൾ നമ്പർ ഇട്ട് വെച്ച ടാർഗറ്റിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈലിൻ്റെ സിസ്റ്റവുമായി ചേരുന്ന ഒരു പ്രോഗ്രാം ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും വാല്യൂ നിങ്ങൾക്ക് ലഭിച്ചെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ബെസ്റ്റ് ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന് അനുയോജ്യമായിട്ടുള്ള ഒരു അപ്രോച്ചുള്ള പ്രോഗ്രാമാണ്. അൺടിൽ നെക്സ്റ്റ് എപ്പിസോഡ്, ബൈ.